الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. واتل عليهم نبأ بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. صدق الله العلي العظيم. പ്രിയമുള്ളവരെ, സൂറത്തുൽ മാഇദയിലെ 27-ാമത്തെ ആയത്ത് മറ്റൊരു കഥയുമായാണ് കടന്നു വന്നിട്ടുള്ളത്. ഇത്രയും ആയത്തുകളിൽ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം പറയുന്നതിനിടയിൽ ഇനി ഇതിന് ശേഷവും ഇസ്രായേലികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ചരിത്രം പറയുന്നതിനിടയിൽ ഒരു 3-4 ആയത്തുകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കളുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും, വിശുദ്ധ ഖുർആനില് ഓരോ ആയത്തുകൾ പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്ന ആയത്തിന് ശേഷം ഇന്ന ആയത്ത് വരണമെങ്കിൽ കൃത്യമായ ഒരു കാരണം ഉണ്ടായിരിക്കും. അതിന് ഈ ഇൽമു തഫ്സീർ അതില് തനാസുബ് എന്നാണ് പറയാറുള്ളത്. തനാസുബ് എന്ന് പറഞ്ഞാല് ആയത്തുകൾ തമ്മിലുള്ള, സൂറത്തുകൾ തമ്മിലുള്ള, ഒരു സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ തുടക്കവും തമ്മിലുള്ള ഇങ്ങനെയുള്ള കണക്ഷൻ അല്ലെങ്കിൽ ബന്ധങ്ങൾ വിശദീകരിക്കുന്നതിനാണ് എന്ത് പറയാ, തനാസുബ് എന്ന് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയരെ കുറിച്ച് പറയുകയും അവരുടെ ധിക്കാരത്തെ കുറിച്ച് പറയുകയും പിന്നീട് പെട്ടെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട ചർച്ച കൊണ്ടുവരികയും ചെയ്തതിന്റെ തനാസുബ്, അതിന്റെ സാങ്കത്യമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കള് അത് പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ സാധാരണ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്ന ഒരു കാര്യം, ബനൂ ഇസ്രായേൽ എന്താണ് ചെയ്തത്? അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് ചെയ്തത്. ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ ഒരു മകൻ അള്ളാഹുവിനെ ധിക്കരിച്ച ചരിത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ധിക്കാരത്തിന്റെ തുടക്കം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ നിന്നും അതിന്റെ തുടർച്ചയാണ് യഹൂദര് അല്ലെങ്കിൽ ഇസ്രായേൽ സന്തതികൾ ചെയ്യുന്നത് എന്നാണ് സാധാരണ പറഞ്ഞു വരാറുള്ള തനാസുബ് എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഇതിൽ നിന്ന് അനുഭവപ്പെട്ടത്. അതായത് ഇതില് യഥാർത്ഥത്തിൽ ഇത് തമ്മിലുള്ള കണക്ഷൻ നമ്മുടെ കഴിഞ്ഞ ആയത്തുകൾ പറഞ്ഞു വെക്കുന്നത്, ഇസ്രായേൽ സന്തതികൾ ബനു ഇസ്രായേൽ അവർ അള്ളാഹു അവരുടെ കാര്യത്തിൽ നൽകിയ വിധിയിൽ സംതൃപ്തരായിരുന്നില്ല എന്നുള്ളതാണ്. ദുഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ എന്ന് പറഞ്ഞ, അതായത് അള്ളാഹുവിന്റെ വിധി എന്തായിരുന്നു? നിങ്ങൾക്കാണ് വാഗ്ദത്ത ഭൂമിയുള്ളത്, നിങ്ങൾ അവിടെ കയറി യുദ്ധം ചെയ്യണം. അപ്പോ അദമുർ റിള ബി ഹുക്മില്ല, അള്ളാഹുവിന്റെ വിധിയിൽ അസംതൃപ്തരായിരുന്നു ആര്? ബനു ഇസ്രായേൽ. അതേ സംഭവമാണ് എവിടെ സംഭവിക്കുന്നത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കൾക്കിടയിലുള്ള പ്രശ്നത്തിൽ സംഭവിക്കുന്നത്. അതില് അള്ളാഹുവിന്റെ വിധി എന്തായിരുന്നു? അള്ളാഹുവിന്റെ ശരീഅത്ത്, അത് വിവാഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത് ഞാൻ അല്പം കഴിഞ്ഞ് വിശദീകരിക്കും. അപ്പോ ആ വിധിയിൽ ഒരു മകൻ അസംതൃപ്തനായിരുന്നു. അവനാണ് മറ്റേ മകനെ, സഹോദരനെ വധിക്കുന്നത്. അപ്പൊ 2 കൂട്ടരുടെയും യോജിപ്പ് എന്താണ്? അവര് 2 പേരും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അസംതൃപ്തരായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, ആ അസംതൃപ്തിയെ അവര് ധിക്കാരത്തോടു കൂടിയാണ് നേരിട്ടത് എന്നുള്ളതാണ്. ബനു ഇസ്രായേൽ എന്ത് പറഞ്ഞു? ഇസ്ഹബ് അൻത വ റബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു.
മറ്റവൻ എന്ത് പറഞ്ഞു? ഹാബീലിനോട് എന്ത് പറഞ്ഞു? ഖാല ലഅഖ്തുലന്നക, ഞാൻ നിന്നെ വധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടുപേരും അതിനെ സമീപിച്ചത് ധിക്കാരത്തിന്റെ ഭാഷയിലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ രീതി. അപ്പോ ഈ രണ്ട് സംഗതികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തില് അസംതൃപ്തി കാണിക്കുക, അതിനെ ധിക്കാരത്തോടു കൂടി സമീപിക്കുക. ഇതിനെ രണ്ട് രൂപത്തിലാണ് രണ്ടുപേരുടെയും ഈ രണ്ട് കഥയിലെയും ധിക്കാരങ്ങൾ രണ്ട് രൂപത്തിലാണ്, പരസ്പര വിരുദ്ധമായ ധിക്കാരങ്ങളാണ്. ബനു ഇസ്രായേല് അള്ളാഹു അവരോട് നൽകിയ കൽപ്പന അവര് പാലിക്കാതിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ധിക്കാരം. അള്ളാഹു അവരോട് എന്താ പറഞ്ഞത്? നിങ്ങള് വാഗ്ദത്ത ഭൂമിയില് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അത് ചെയ്യാതിരിക്കുകയാണ് ആര് ചെയ്തത്? ബനു ഇസ്രായേൽ ചെയ്തത്. അപ്പുറത്ത് എന്താണ് ചെയ്തത്? അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ, അതായത് വ്യക്തിയെ വധിക്കുക, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതി ചെയ്യുകയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ധിക്കാരം രണ്ടും രണ്ട് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ രണ്ട് കഥകളുടെയും മറ്റൊരു മർമ്മം എന്ന് പറയുന്നത്, ഇതിന്റെ രണ്ടിന്റെയും മൂലകാരണം, ധിക്കാരത്തിന്റെയും ഈ പറയുന്ന കൊലപാതകത്തിന്റെയൊക്കെ മൂലകാരണം എന്തായിരുന്നു? അസൂയയായിരുന്നു. എന്തുകൊണ്ടാണ് ജൂതന്മാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരുന്നത്? അപ്പോ അതിന് കൃത്യമായ കാരണം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതനുസരിച്ച് ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അസൂയ കാരണത്താലായിരുന്നു അവര് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി, ഇത് ഞങ്ങളുടെ ജനറേഷനിൽ നിന്ന്, ഞങ്ങളുടെ തലമുറയിൽ നിന്ന് കടന്നു വരേണ്ടതാണ്. പക്ഷെ ഇത് ബനു ഇസ്മായിലിൽ നിന്നുള്ള ഒരു പ്രവാചകനെ ഞങ്ങൾ ഒരിക്കലും, ഉമ്മീയങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകനെ ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക്, എല്ലാ ദൃഷ്ടാന്തവുമായി താങ്കൾ അവരുടെ അടുത്ത് ചെന്നാലും അവർ താങ്കളെ ഒരിക്കലും വിശ്വസിക്കുകയില്ല, ഫോളോ ചെയ്യുകയില്ല. അപ്പൊ അവിടെ അസൂയയായിരുന്നു. ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ഇവിടെയും അസൂയയാണ്. ഒന്ന് വ്യക്തികൾ തമ്മിലുള്ള അസൂയയാണ് എന്ത്? ഹാബീലിന്റെയും കാബീലിന്റെയും വിഷയത്തിൽ കാണുന്നത്. അപ്പുറത്ത് രണ്ട് സമൂഹം തമ്മിലുള്ള അസൂയയാണ് എവിടെ കാണുന്നത്? ഈ ബനു ഇസ്രായേലിന് അറബികളോടുള്ള അല്ലെങ്കിൽ ഉമ്മീങ്ങളോടുള്ള അസൂയയാണ് മറ്റിടത്ത് കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു തനാസുബ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അസൂയ ഉണ്ട് എങ്കിൽ ഈ അസൂയയുടെ തുടക്കം എവിടെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ അങ്ങനെ അവരെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ വിധിയിൽ അസംതൃപ്തി കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ തുടക്കം എവിടെയാണ്? ഇവിടെയാണ്. അങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇസ്ലാമിന്റെ ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ദുനിയാവിലെ ആദ്യമായിട്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്താല് ആ തെറ്റ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താല് അപ്പോ ആ ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് ഇയാൾക്ക് എന്ത് കിട്ടും? ശിക്ഷ ലഭിക്കും. നമ്മൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആയത്തിൽ, അത് അടുത്ത ആയത്തിൽ നമ്മളത് പറയും. അതുപോലെ തന്നെ ഒരു നന്മ, മൻ സന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ ഫലഹു വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ. ആരൊരു നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നുവോ ആ നല്ല മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരുടെ എല്ലാ പ്രതിഫലം അതിന്റെ ഒരു പങ്ക് ഈ കാണിച്ചു കൊടുത്ത ആൾക്കുണ്ടാകും. അതുപോലെ തന്നെ തിന്മയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പോ അത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾക്കിടയിലുള്ള ചരിത്രം കടന്നു വരുന്നത്. അപ്പോ ആ ചരിത്രം തുടങ്ങുന്നത് വത്ലുു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ്. വത്ലു അലൈഹിം, തലാ യത്ലു, തിലാവത്ത്, തലാ യത്ലു തിലാവത്ത്. ഇത് വളരെ സൂക്ഷ്മമായി ശരിക്ക് ഒരു തുടർച്ചയായ അൽ ഖിറാഅ അൽ മുതതാബിഅ എന്നാണ് ശരിക്ക് തിലാവത്ത് എന്ന് പറയുക. എന്ന് പറഞ്ഞാല് ഖിറാഅത്തും തിലാവത്തും തമ്മിലുള്ള വളരെ സിമ്പിളായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല്, നമ്മളൊരു കഥ വായിച്ചു, ആ വായിക്കുന്നത് എന്താണ്? ഖിറാഅത്താണ്. അത് പിന്നെ നമ്മൾ വായിക്കാൻ നിൽക്കൂല, കാരണം ആ കഥയുടെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടായിരിക്കും?
റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കും, ആവർത്തനം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പഠിക്കേണ്ട, വീണ്ടും വീണ്ടും വായിക്കേണ്ട. അതുകൊണ്ടാണ് ഖുർആൻ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ പറയുന്നത്, തിലാവത്ത് എന്ന് പറയുന്നത്. തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു വായന കൊണ്ട് അവസാനിപ്പിക്കേണ്ടുന്ന സാധനമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവുമായി പറഞ്ഞിടത്തൊക്കെ എന്താ, യത്ലു അലൈഹിം ആയാതി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നിരന്തരമായിട്ട് പാരായണം ചെയ്ത് അല്ലെങ്കിൽ പാരായണം ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക, ആവർത്തിച്ച് വായിക്കുക എന്നുള്ള സ്വരമാണ് യഥാർത്ഥത്തിൽ തല യത്ലു എന്നുള്ള പദത്തില് വന്നിട്ടുള്ളത്. ഇത് സാധാരണ വിശുദ്ധ ഖുർആനിൽ സാധാരണ ധാരാളമായിട്ട് പ്രയോഗിച്ചിട്ടുള്ള ആയത്തുകളിൽ ഒന്നാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവത്തി. നമ്മൾ വേദം നൽകിയിട്ടുള്ള ആളുകൾ അവരത് ഇങ്ങനെ വായിച്ചു കൊണ്ടേ ഇരിക്കുന്ന ആളുകളാണ്. കഥയുമായി ബന്ധപ്പെട്ട് തന്നെ വത്ലുമാ ഖുർആനിൽ വത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബി വ അഖിമിസ് സ്വലാത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് ഖുർആൻ പാരായണത്തെ കുറിച്ച്. അതുപോലെ തന്നെ വത്ലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹ. ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഇതേ അതായത് വത്ലു അലൈഹിൻ നബഅ ബിനൈ ആദം എന്ന് പറഞ്ഞ പോലെ തന്നെ വത്ലു അലൈഹിൻ നബഅല്ലദി ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഖുർആന് ധാരാളമായിട്ട് ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ആവർത്തിച്ച് വായിച്ച് പഠിക്കേണ്ട ചരിത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള പരാമർശത്തില് ഈ പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വായന കൊണ്ട് അവസാനിക്കേണ്ട ഒന്നല്ല, അതല്ലെങ്കിൽ വെറുതെ വായിച്ചു പോകേണ്ട ഒന്നല്ല, സൂക്ഷ്മമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് എന്നുള്ളതിന്റെ സൂചനക്കാണ് എന്ത്, വത്ലു അലൈഹിം. അലൈഹിം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന യഹൂദരാണ് അതിന്റെ ഒന്നാമത്തെ വിവക്ഷ. കാരണം ഇതുവരെ ആരെ കുറിച്ചാണ് ചർച്ച ചെയ്തത്, ബനു ഇസ്രായേലിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ. അതേസമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധകർക്ക് മുഴുവൻ അത് ബാധകമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മെ പോലുള്ള ആളുകൾക്കൊക്കെയും അത് ബാധകമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെയും ഗുണപാഠമുള്ള ഒരു ചരിത്രമാണ്, ഒരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പൊ വത്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ്. നബഅ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നബഅ എന്ന് പറഞ്ഞാൽ വൃത്താന്തം. നബവും ഖബറും തമ്മിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. നബഅ കൊണ്ടുവരുന്നവരാണ് അംബിയാക്കൾ എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പിന്നെ അതുപോലെ അന്നാബി എന്ന് പറഞ്ഞാൽ ത്വരീഖുൽ വാളിഹ് എന്നൊക്കെയാണ് സാധാരണ ഭാഷയിൽ അർത്ഥം. അപ്പൊ ഈ ഒരു വൃത്താന്തം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത, വത്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ്. നബഅ ബിനൈ ആദമ ബിൽ ഹഖ്. ഇബ്ന് എന്നുള്ളതും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ബന എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് അതിന്റെ അസ്ല് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്താണ് ഉണ്ടായ സാധനമാണ് ഇബ്ന് എന്നുള്ളത്. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആനില് ഇബ്ന് ആദം, ബനി ആദം, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ മൊത്തത്തിൽ ഇബ്ന് ആദം, ബനി ആദം, അതുപോലെ ഇബ്നൈ ആദം, ഈ മൂന്ന് പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇബ്ന് ആദം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ, ഏത് മനുഷ്യനെയും വിളിച്ച് പറ്റുന്ന സാധനമാണ്. ഇപ്പോ ഖുദ്സിയായ ഹദീസില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക. നീ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ നീ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ ഞാൻ നിനക്ക് പുറത്തു തരും. അപ്പൊ അവിടെ ഇബ്നു ആദം എന്ന് പറഞ്ഞാൽ ഇന്ന മനുഷ്യ അല്ലെങ്കിൽ ഒരു മനുഷ്യ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസില് ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ. ആദമിന്റെ പുത്രന് സ്വർണം കൊണ്ടുള്ള ഒരു താഴ്വര നൽകിയാൽ അതുപോലുള്ള രണ്ടെണ്ണം ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു പോകും. അപ്പോ ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനെയും പറ്റുന്ന ഒരു രൂപത്തിലുള്ള പ്രയോഗമാണ് ഇബ്നു ആദം എന്നുള്ള പ്രയോഗം. പിന്നെയുള്ള പ്രയോഗം ബനു ആദം അല്ലെങ്കിൽ ബനി ആദം എന്നാണ്. അപ്പൊ അത് യാ ബനി ആദമ ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രയോഗമാണ് എന്ത്, ബനി ആദം എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആനിലെ
സൂറത്തുൽ ഇസ്രായില് വലഖദ് കറംന ബനി ആദമ, ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും, മനുഷ്യവർഗത്തെ ആദരിച്ചു എന്നുള്ളതിനെ കുറിക്കുന്ന സാധനമാണ് എന്ത്, അവിടെ യാ ബനി ആദം എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന സാധനമാണ് എന്ത്, ഇബ്നൈ ആദം എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണത്, അത് രണ്ട് വ്യക്തികളെ കുറിക്കുന്നതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളെ കുറിക്കുന്ന പ്രയോഗമാണ്. കാരണം രണ്ടാളുകളെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കൊണ്ട് രണ്ടാളുകളെ കുറിക്കുന്നതാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരെ ഹാബീല് എന്നും, ആദമിന് രണ്ട് മക്കളായിരുന്നു, രണ്ട് മക്കൾ പറഞ്ഞാൽ ഇവിടെ പരാമർശിക്കുന്ന രണ്ട് മക്കൾ, ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് ഹാബീലും മറ്റൊന്ന് ഖാബീലുമാണ് എന്നാണ്. അതായത് തൗറാത്തിലും ഇഞ്ചിയിലും മറ്റ് ഈ പറയുന്ന ദൈവിക വേദഗ്രന്ഥങ്ങളിലും ഒക്കെയും ഒന്നുകിൽ ഹാബീൽ ഖാബീൽ എന്നോ അല്ലെങ്കിൽ ഹാബീൻ ഖാബീൻ എന്നോ ആണ് പേര് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സമാനമായ പേരുകൾ തന്നെയാണ് എല്ലായിടത്തും വന്നിട്ടുള്ളത്. അപ്പൊ ഇവരുടെ നബഅ ബിനൈ ആദമ ബിൽ ഹഖ്, ആദം അൽ ഉദും മിനൽ ലിബാ, അൽ ഉദുമു മിനൽ ലിബാ, അതായത് ഈ മാൻപേടകളില് അൽ ഉദും എന്ന് പറഞ്ഞാല് ബീളുൻ തഅലൂഹുന്ന ജുദദുൻ ഫീഹിന്ന ഗബ്റത്തുൻ എന്ന് പറഞ്ഞാല് കുറച്ച് എന്താണ് ചാരനിറത്തിലുള്ള എന്നുള്ളതാണ്. അപ്പൊ ഈ ചാരനിറത്തിനെ കുറിക്കാനാണ് സാധാരണ എന്ത് പറയുക, ഈ ഉദുമ് എന്ന് പറയുന്നത്. പിന്നെ വേറൊന്ന് അൽ അദമത്തു മിനൽ അർള്, അൽ അദമത്തു മിനൽ അർള് എന്ന് പറഞ്ഞാല് വജ്ഹുൽ അർള്, ഈ മണ്ണിന്റെ ഉപരിതല ഭാഗത്തിനാണ് എന്ത് പറയുക, അദമത്ത് എന്ന് പറയുക. അപ്പൊ ശരിക്ക് മനുഷ്യനെ ആദമ് എന്ന് വിളിക്കാനുള്ള കാരണം ഖുലിഖ മിൻ അദമത്തിൽ അർൾ ലിഅന്നഹു ഖുലിഖ മിൻ അദമത്തിൽ അർൾ. അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഹദീസില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നല്ലാഹ തആല ഖബല ഖബ്ലതൻ മിനത് തുറാബ്, അള്ളാഹു മണ്ണിൽ നിന്ന് ഒരു പിടി പിടിച്ചു, എന്നിട്ട് അതിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു. അപ്പോ ആ മണ്ണിൽ നിന്ന് പറഞ്ഞാല് മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയുന്നത് ഖുലിഖ മിൻ അദമത്തിൽ അർള്, അതാണ് ആദം എന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യന്റെ നിറം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, മണ്ണിന്റെ നിറമാണ്. ഏത് മനുഷ്യന്റെ നിറം എടുത്തു നോക്കിയാലും ആ നിറത്തിൽ എന്തുണ്ടാവും, മണ്ണുണ്ടായിരിക്കും. കാരണം മനുഷ്യന്മാരെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മറ്റൊരു വ്യാഖ്യാനം മണ്ണിന്റെ നിറമാണ് മനുഷ്യൻ, അതുകൊണ്ട് നിറത്തിന് എന്തില്ല, പ്രത്യേകതയില്ല, ആ മണ്ണിലേക്ക് തന്നെയാണ് മനുഷ്യന് തിരിച്ച് പോവുക എന്നർത്ഥം. അപ്പോ എന്താണ് നബഅ ബിനൈ ആദമ. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെ വൃത്താന്തം അല്ലെങ്കിൽ കഥ, അവരുടെ വർത്തമാനം അവർക്ക് നീ പാരായണം ചെയ്തു കൊടുക്കുക. തുലു എന്ന് പറഞ്ഞാൽ അമ്രാണ്, നീ പാരായണം ചെയ്യുക. ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള കൽപ്പനയാണ്. അപ്പൊ വതുലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ്. അൽ ഹിഖ് അൽ ഹിഖ് മിൻ ഔലാദിൻ നാഖ. ഇദാ ബലഗ അൻ യുർകബ ഔ യുഹ്മല അലൈഹി. ഈ എന്താണ് 3 വയസ്സൊക്കെ പ്രായമുള്ള ഒട്ടകത്തിന്റെ കുട്ടിക്കാണ് സാധാരണ അൽ ഹിഖ് എന്ന് പറയുക. കാരണം അത് കുറച്ച് കരുത്തൊക്കെ വന്ന് അതിന്മേലെ യാത്രയൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ അതില് ഭാണ്ഡങ്ങളൊക്കെ കെട്ടിത്തൂക്കാനും ആവശ്യം വന്നാൽ അതിനൊക്കെ അടിച്ച് ശരിയാക്കാനൊക്കെ പറ്റുന്ന മൃഗത്തിനാണ് എന്ത് പറയുക, ഹിഖ് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ഉറച്ചത് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അൽ ഹഖ് എന്ന് വിശദീകരിക്കുന്ന സമയത്ത് അത് എന്ത് പറയുന്നത്, അസാബിത്ത് എന്ന് പറയുന്നത്. അൽ ഹഖ് എന്ന് പറഞ്ഞാല് സാബിത്ത്, ഉറച്ചത് എന്നാണ് സാധാരണ പറയുക.
വിശുദ്ധ ഖുർആനിൽ തന്നെ ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് സത്യം വന്നു എന്ന് പറഞ്ഞാൽ അത് ഉറച്ചു നിൽക്കുന്നതാണ്. സത്യം വന്നു ഉറച്ചു നിന്നതോടുകൂടി വസഹഖൽ ബാത്തിലു, ബാത്തില് അതോടുകൂടി അപ്രത്യക്ഷമായി അല്ലെങ്കിൽ ഇല്ലാണ്ടായി അല്ലെങ്കിൽ നീങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് സാധാരണ എന്ത് പറയുക, ഇഖ് എന്ന് പറയുക. സാധാരണ പറയും, അറബികള് പറയാറുണ്ട്, ലമ്മ അറഫ്തൽ ഹിഖ്ഖത മിന്നി ഹറബ്ത. ലമ്മ അറഫ്തൽ ഹിഖ്ഖത മിന്നി ഹറബ്ത. സത്യം വന്നാല് പിന്നെ വേറൊരാൾക്കും അതിന്റെ മുന്നില് അസത്യത്തിന് നിലനിൽപ്പില്ല എന്ന് കുറിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്റെ അടുത്ത് നിന്ന് സത്യം അറിഞ്ഞ സമയത്ത് നീ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോ അതിൽ നിന്ന് ഈ ഉറച്ചു നിൽക്കുന്നത്, ശക്തിയുള്ളത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് എന്ത് പറയുക, ഹക്ക് എന്ന് പറയുക. അപ്പൊ അതിൽ നിന്നാണ് നമ്മുടെ ഹക്ക് എന്നുള്ളത് വിശുദ്ധ ഖുർആനില് ഒരുപാട് അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. സത്യം, ഇസ്ലാം, അതുപോലെ ഖിയാമത്ത്, എങ്ങനെയൊക്കെയുള്ള ഓരോന്നിലേക്കും ചേർത്തിട്ട് ഹക്ക് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഈ കഥയോട് ചേർത്തിട്ടും സാധാരണ ഇത് പ്രയോഗിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ വത്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹക്ക്. അതുപോലെ തന്നെ അസ്ഹാബുൽ കാഫിനെ അവരുടെ ചരിത്രം പറഞ്ഞിടത്ത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹക്ക്. കാരണം ആളുകൾക്ക് പരിചിതമായ കഥകൾ എന്ന് പറയുന്നതൊക്കെയും എന്താണ്, കെട്ടുകഥകളാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ബനു ഇസ്രായേലിയര് കെട്ടുകഥകളുടെ ആശാന്മാരാണ്. അപ്പൊ ഈ രണ്ട് കാര്യവും മുൻനിർത്തിക്കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പരിചിതമായ കെട്ടുകഥകളല്ല, നേരെ മറിച്ച് ഇതെന്താണ്, ഇത് സത്യസന്ധമായ വർത്തമാനമാണ് എന്ന് കുറിക്കുന്നതിന് കൂടിയാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, വളരെ കൃത്യമായിട്ട് നബഅ ബിനൈ ആദമ ബിൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ്, സൂറത്തുൽ കഹ്ഫില് മറ്റേ വിശ്വാസികളായ ആളുകളുടെ ചരിത്രം പറയുന്നിടത്ത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹക്ക് എന്ന് പറഞ്ഞാല് അതില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ ഒന്ന് ചോദിക്കുന്നുണ്ട്, താങ്കൾ യഥാർത്ഥ പ്രവാചകനാണ് എങ്കിൽ ഇതിന്റെ നിജസ്ഥിതി താങ്കൾ പറഞ്ഞു തരോ? അപ്പോ ഇതിനേക്കാൾ വലിയ സത്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിക്കാനില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മക്കയിലെ ജനങ്ങൾക്ക്, ചോദിച്ച ജനങ്ങൾക്ക് ലഭിക്കാനില്ല എന്ന് ലഭിക്കാനാണ് എന്ത്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹക്ക് എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് എന്താണ്, നബഅ ബിനൈ ആദമ ബിൽ ഹക്ക്. ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ, ഒരു മകന്റെ പേര് ഹാബീൽ എന്നായിരുന്നു, രണ്ടാമത്തെ മകന്റെ പേര് ഹാബീൽ എന്നുള്ളതായിരുന്നു. അപ്പോ സാധാരണ ഒന്നാമത്തെ ജനറേഷൻ ആണ്. ആ ഒന്നാമത്തെ ജനറേഷനിൽ അതായത് ഒരൊറ്റ ഉപ്പ ഉമ്മ, അപ്പോ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. പക്ഷെ അതേസമയം മാനവരാശി നിലനിൽക്കണമെങ്കിൽ, വംശം നിലനിൽക്കണമെങ്കിൽ വിവാഹം കഴിക്കണം. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് സഹോദരി സഹോദരന്മാര് വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല. അപ്പോ അവിടെ അവർക്ക് നൽകപ്പെട്ട തീരുമാനം, അതായത് ആദമിന്റെ ഈ ഹാബീലിന്റെ കൂടെ ഒരു പെൺകുട്ടി, അതായത് ടിന്നായിട്ട് ജനിച്ചിരുന്നു. അതുപോലെ ഹാബീലിന്റെ കൂടെ ടിന്നായിട്ട്, ടിന്നെന്താ മലയാളം പറയാ, ഇരട്ടയായിട്ട് ജനിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരട്ടകൾ പരസ്പരം വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഹാബീലിന്റെ കൂടെ പിറന്ന പെൺകുട്ടിയെ ഹാബീല് വിവാഹം കഴിക്കുക, ഹാബീലിന്റെ കൂടെ പിറന്ന പെൺകുട്ടിയെ ഹാബീല് വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ തീരുമാനം? അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷെ ആ തീരുമാനം ആർക്ക് പറ്റിയില്ല? ഹാബീലിന് പറ്റിയില്ല. അപ്പൊ സ്വാഭാവികമായും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ആരുടെ അഭിപ്രായമാണ് ശരി എന്നാണ് അറിയേണ്ടത്. അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങളൊരു ഖുർബാൻ സമർപ്പിക്കുക. ഖുർബാൻ എന്ന് പറഞ്ഞാല്
അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുന്ന കർമ്മത്തിനാണ് ഖുർബാൻ എന്ന് പറയുക. അത് ചിലപ്പോ അള്ളാഹുവിന് വേണ്ടിയിട്ട് ബലിയെറുക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചിലപ്പോ ദാനം ചെയ്യും, അങ്ങനെ പല രൂപത്തിൽ അത് നിർവഹിക്കും. അപ്പോ ആരുടെ ഖുർബാനാണ് അള്ളാഹു സ്വീകരിച്ചത് അവരാണ് എന്ത് ശരിയുടെ മാർഗത്തിൽ എന്നുള്ളതായിരുന്നു തീരുമാനം. അങ്ങനെ ഹാബീല് ഒരു ആട്ടിടയനായിരുന്നു, ഹാബീല് ഒരു കർഷകനായിരുന്നു. ഹാബീല് തന്റെ ആടുകളിൽ ഏറ്റവും നല്ല ഒരു ആടിനെ തിരഞ്ഞെടുത്ത് എന്തു കൊടുത്തു? ഖുർബാൻ സമർപ്പിച്ചു. ഖാബീല് തന്റെ കൃഷിവിളകളിൽ ഏറ്റവും മോശപ്പെട്ട ഒന്നെടുത്ത് ഖുർബാൻ സമർപ്പിച്ചു. സ്വാഭാവികമായും ഖാബീലിന്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചില്ല, ഹാബീലിന്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചു. ഇതാണ് ചരിത്രം. അപ്പോ ആർക്ക് ദേഷ്യം വന്നു? ഖാബീലിന് ഹാബീലിനോട് ദേഷ്യം വന്നു. അപ്പോ ഖാബീല് പറഞ്ഞു, ഖാലല അഖ്തുലന്നക, ഞാൻ നിന്നെ വധിച്ചു കളയും. അപ്പൊ അതിനുള്ള മറുപടി ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിന്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിക്കാത്തത്, എന്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചത്. അതിന്റെ കാരണം എന്താണ്? ഖുർബാനിന്റെ ബേസ് തഖ്വയായിരിക്കണം. തഖ്വയുള്ള കർമ്മങ്ങളെ ആര് സ്വീകരിക്കുകയുള്ളൂ? അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇതാണ് കഥ. അപ്പൊ ആ കഥയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിലെ കുറച്ച് പദങ്ങളുണ്ട്. ഇത് ഖറബ ഖുർബാനൻ. ഖറബ എന്ന് പറഞ്ഞാല് ഖുർബാൻ സമർപ്പിച്ചു. ഇപ്പോ ഉളുഹിയത്ത് പറഞ്ഞാല് നമ്മള് ബലി അറക്കുന്നതിനാണ് പറയാ. അപ്പൊ അങ്ങനെ ബലി അറക്കുക, ലഹ എന്ന് പറഞ്ഞാല് ബലി അറുത്തു. അതുപോലെ ശരിക്കും ഭാഷയില് ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്, ഖറബ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചു എന്നാണ്. പക്ഷെ ഇത് ഖുർബാനി എന്നുള്ളതിന്റെ ഫിഅലായിട്ടാണ് ഇത് കടന്നു വരുന്നത്. ഞാൻ നേരത്തെ ഉളുഹിയത്തിന് ലഹ എന്ന് പറയുന്നത് പോലെ ഖുർബാൻ നടത്തുന്നതിന് ഖറബ എന്നാണ് പറയുക. ശരിക്ക് അൽ ഖുർബാൻ ഭാഷയില് അൽ ഖുർബാൻ എന്ന് പറഞ്ഞാല് ഖവാസുൽ മലിക്കി വ ജലീസുഹു, രാജാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആള്, സ്വന്തക്കാരൻ, അവർക്കൊക്കെയാണ് എന്ത് പറയുക? ഖുർബാൻ എന്ന് പറയുക. ലി ഖുർബിഹി മിൻഹു, രാജാവിനോട് അത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്ന കാരണത്താൽ, അത്രത്തോളം സമീപത്തുള്ള ആള് എന്നുള്ള അർത്ഥത്തിൽ രാജാവിന്റെ പ്രിയപ്പെട്ട ആൾ അല്ലെങ്കിൽ രാജാവിനൊക്കെ ഏറ്റവും ബോധിച്ച ആൾ, അവർക്കൊക്കെയാണ് സാധാരണ പറയാ. അപ്പോ അൽ ഖറാബീൻ മിൻ ഖറാബീനിൽ അമീരി ഫുലാനുൻ മിൻ ഖറാബീനിൽ അമീനി എന്ന് പറഞ്ഞാല് രാജാവിന്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ഖറാബീൻ, അതുപോലെ ബഅജീൻ എന്നൊക്കെ പറയും. അപ്പോ അങ്ങനെ സാധാരണ പറയും. ഖുർബാന് ബുഅദാന് നേരെ ഓപ്പോസിറ്റ്. അപ്പോ ഖറാബീൻ ഖുർബാനിന്റെ ജമ്മാണ് ഖറാബീൻ. അപ്പൊ ഒരാളുടെ സ്വന്തക്കാര് എന്നുള്ള അർത്ഥത്തിലാണ് ഭാഷയില് ഖറാബീൻ എന്ന് പ്രയോഗിക്കാറുള്ളത്. ഖുർബാനിന്റെ ജം അല്ലെങ്കിൽ ഖുർബാൻ, ഖറാബീൻ എന്നൊക്കെ പ്രയോഗിക്കാറുള്ളത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തും ഈ ആയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസിക്കാതിരിക്കുന്നതിന് ന്യായമായിട്ട് സത്യനിഷേധികൾ പറഞ്ഞിരുന്ന വർത്താനം, ഇന്നല്ലാഹ അഹിദ ഇലൈന അല്ലാ നുഅ്മിന ലിറസൂലിൻ ഹത്താ യഅതിയനാ ബിഖുർബാനിൻ തഅകുലുഹുന്ന. അല്ലാഹു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പ്രവാചകനിലും വിശ്വസിക്കേണ്ടതില്ല, ആ പ്രവാചകൻ എന്തെറ്റും വരണം? ഒരു ഖുർബാൻ കൊണ്ടുവരണം. എന്നിട്ട് ആ ഖുർബാൻ അള്ളാഹു സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് ആകാശത്ത് നിന്ന് തീ വന്നിട്ട് ആ ഖുർബാനിനെ വിഴുങ്ങിക്കളയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പച്ചയായിട്ട് കാണുന്നത് വരെ ഒരു പ്രവാചകനെയും വിശ്വസിക്കേണ്ടതില്ല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് എന്ന് ന്യായം പറയാറുണ്ടായിരുന്നു പ്രവാചകനില് വിശ്വസിക്കാതിരിക്കാൻ. അപ്പൊ അവിടെയും എന്താ ഹത്താ യഅതിയന ബിഖുർബാനിൻ തഅകുലുഹുന്ന എന്ന് ഖുർആന് ഖുർബാൻ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഖുർബാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ കറുബ എന്നുള്ളതിൽ തന്നെയാണ്. കറുബ എന്ന് പറഞ്ഞാൽ കറുബ മിൻ എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അപ്പോ ഖുർബാൻ, ഇപ്പൊ ഒരാളുടെ സദഖ എന്താക്കാം? ഖുർബാനാക്കാം. അല്ലെങ്കിൽ ഒരാളുടെ ബലി എന്താക്കാം? ഖുർബാനാക്കാം. അള്ളാഹുവിലെ സാമീപ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്
ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ത്? ഖുർബാൻ. അപ്പൊ ഇത് ഖറബ ഖുർബാനൻ. ഖുർബാനൻ എന്ന് പറഞ്ഞാൽ ഒരു ഖുർബാൻ സമർപ്പിച്ചു. രണ്ടാളും കൂടി ഒന്ന് എന്നല്ല അതിന്റെ അർത്ഥം. അൽ ഇഫ്രാദു അവിടെ എന്താണ് ഖുർബാനൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓരോരുത്തരും എന്നുള്ളതാണ്. ഹാബീലും. ഇത് ഖറബ ഖുർബാനൻ ഫതുഖുബ്ബില മിൻ അഹദിഹിമ നഅലുൻ മുഖ്ബലത്തുൻ ഇദാ ജഅൽത ലഹാ ഖിബാലൻ. നഅൽ ഇദാ ജഅൽത ലഹാ ഖിബാലൻ. നഅൽ മുഖ്ബില എന്ന് പറഞ്ഞാല് മുഖ്ബല എന്ന് പറഞ്ഞാല് വാറുള്ള ചെരുപ്പിലാണ് പറയുക. ഖിബാൽ എന്ന് പറഞ്ഞാല് വാറ് എന്താ ചെയ്യാ? വാറ് കാലിനെ പിടിച്ചു വെക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് സാധാരണ പറയുക. അൽ ഖാബിലത്തു മിനൽ മർഅ. അൽ ഖാബിലത്തു മിനൽ മർഅത്തി. ഈ എന്തായാലും പറയാ പ്രസവെടുക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അതിനാണ് എന്താ പറയാ ഖാബിലത്ത് എന്ന് പറയുന്നത്. കാരണം കുട്ടിയെ സ്വീകരിക്കുന്ന ആളാണ് ആര്? അതായത് പ്രസവിക്കുന്ന വേളയിൽ കുട്ടിയെ സ്വീകരിക്കുന്ന സ്ത്രീക്കാണ് എന്ത് പറയുക? അൽ ഖാബിലത്ത് എന്ന് പറയുക. അപ്പൊ അതിൽ നിന്നാണ് പിടിച്ചു വെക്കുക അല്ലെങ്കിൽ പിടിക്കുക, സ്വീകരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള തഖബ്ബല എന്നുള്ള പദം കടന്നു വന്നിട്ടുള്ളത്. ഫതുഖുബ്ബില മിൻ അഹദിഹിമ, അവരിൽ ഒരാളുടെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു. ആരാ സ്വീകരിച്ചതെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരുടേതാണ് എന്നും പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാല് നമ്മൾ ഖുർആൻ വ്യാഖ്യാനം വായിക്കുന്ന സമയത്ത് ഒരുപാട് ചർച്ചകൾ ധാരാളമായിട്ട് നടക്കുക ഖുർആൻ പറയാത്ത പേരുകൾ കണ്ടെത്താനായിരിക്കും. ആരുടേത് സ്വീകരിച്ചു, അപ്പൊ ഇത് ഹാബീല് ഖാബീല്, അപ്പൊ അതൊക്കെ തെരഞ്ഞ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അസ്ഹാബുൽ കഹ്ഫ് അവർ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള ചർച്ചയിൽ അവരുടെ ഓരോരുത്തരുടെ പേര്, അല്ലെങ്കിൽ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ സഹോദരന്മാരുടെ പേര്. ഖുർആന് പേരുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് അന്വേഷിക്കേണ്ടതില്ല. കാരണം എന്താ? അതില് കഥയുടെ ഗുണപാഠം അതിന്റെ പേരിലല്ല, അതിന്റെ കാര്യത്തിലാണ്, കാമ്പിലാണ്. അപ്പോ ഇങ്ങനെ ഈ ഇൽമുൻ ലാ യൻഫ എന്ന് പറയാം. നമ്മൾ പഠിച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കൽ, പഠിച്ചവന് എന്താണ് ഒരു ഉപകാരവും ഇല്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അങ്ങനെ ഉപകാരവുമില്ലാത്ത, നമ്മളിപ്പോ ഒരു ഖുർആൻ വ്യാഖ്യാനം ഉപകാരം എന്ന് മാത്രമല്ല, ചിലപ്പോ ഉപദ്രവമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം യഥാർത്ഥത്തിൽ ഇങ്ങനെ അനാവശ്യമായ ചില ചർച്ചകളൊക്കെയും ഒഴിവാക്കി, ഈ പേരെന്തായിരുന്നു, അല്ലെങ്കിൽ ആ പർവ്വതത്തിന്റെ പേരെന്തായിരുന്നു, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാക്കിയാൽ അത് കുറച്ചുണ്ടാവും. അപ്പൊ ഇത് വായിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാര് ഇത് വല്ലാണ്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്നതൊക്കെ സഹായിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് നല്ല വൃത്തിയിൽ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞിട്ട് കൊടുക്കുന്ന ഖുർആൻ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതുഖുബ്ബില മിൻ അഹദിഹിമ, അവരിൽ ഒരാളുടേത് സ്വീകരിച്ചു, പിന്നെ നമ്മൾ പിന്നാലെ നടന്നാണ്ട് ഇത് ആരുടേതാ സ്വീകരിച്ചത് എന്ന് നോക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഫതുഖുബ്ബില മിൻ അഹദിഹിമ, അവരിൽ ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേയാളുടേത് സ്വീകരിക്കപ്പെട്ടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഇവരുടെ വിശദീകരണം അനുസരിച്ച് ഹാബീലിന്റെ അത് സ്വീകരിച്ചു, ഹാബീലിന്റെ അത് സ്വീകരിച്ചില്ല. എന്നിട്ടോ ഖാല ല അഖ്തുലന്നക്, സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്ത് അസൂയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അസൂയ എന്ന് പറയുന്നത് വേറൊരാൾക്ക് ഒരു അനുഗ്രഹം ലഭിക്കുന്നു, എനിക്ക് ആ അനുഗ്രഹമല്ല, അയാളുടെ അനുഗ്രഹം നീങ്ങി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനാണ് അസൂയ. അപ്പോഴാണ് പ്രശ്നമാകുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് കിട്ടരുതായിരുന്നു, അയാൾക്ക് അത് കിട്ടിയത് ശരിയല്ല, അത് നീങ്ങി പോകണം, അതിനു വേണ്ടി പണിയെടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി. അത് തന്നെയാണ് നുബുവത്തിന്റെ വിഷയത്തിൽ ഇസ്രായേൽ ജനത പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ചതും. ഫലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക്. ഖാല എന്ന് പറഞ്ഞാൽ ആ ആഖറാണ് ഏറ്റവും മറ്റേ ആളുടേത് സ്വീകരിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞു ലഅഖ്തുലന്നക്, ഞാൻ നിന്നെ
വധിക്കും. ഇത് എല്ലാവിധ തെക്കീതോടും കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ലാമ് ല അഖ്തുലന്നക് എന്നുള്ളതിലെ ലാം എന്തിനെ കുറിക്കുന്നതാണ്? തെക്കീദിന്. എന്തായാലും തീർച്ചയായും. നൂൻ എന്തിനുള്ളതാണ്? അഖ്തുലന്ന. ന എന്ന് പറഞ്ഞാലും ശരിക്കും എന്തിനുള്ളതാണ്? തെക്കീദിനെ കുറിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ട്രോങ്ങോടും കൂടിയിട്ടാണ് പറയുന്നത് ല അഖ്തുലന്നക്. അത്രക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, അത്രക്ക് സങ്കടം വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ നിന്നെ കൊന്നുകളയും. സ്വന്തം സഹോദരനെ വധിക്കുന്ന കാര്യമാണ്, കൊല്ലുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോ ഹാബീല് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഖാല ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇത് എന്റെ പ്രശ്നമല്ല, നേരെ മറിച്ച് തഖ്വയുടെ പ്രശ്നമാണ്. അപ്പൊ തഖ്വ ഉള്ളവരുടെ കർമ്മമാണ് അള്ളാഹു സ്വീകരിക്കുക. നമ്മൾ സാധാരണ ചോദിക്കും, ലോകത്ത് നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ, അവർക്കൊക്കെയും അതിന്റെ പ്രതിഫലം ലഭിക്കണ്ടേ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൃത്യമായ ഉത്തരം എന്നുള്ളത് ഒരാളുടെ കർമ്മത്തിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ കർമ്മത്തിന്റെ പ്രേരകം എന്താണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ കർമ്മം ചെയ്താൽ അതിന് ഫലമുണ്ടായിരിക്കും. അങ്ങനെയല്ല ഒരാൾ കർമ്മം ചെയ്തിട്ടുള്ളത് എങ്കിൽ സ്വാഭാവികമായും അയാൾ പിന്നെ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പ്രതിഫലം അർഹിക്കുന്നില്ല. അതാണ് അതിന്റെ ആൻസർ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരാൾ കർമ്മം ചെയ്തു, ഒരു സൽക്കർമ്മം ചെയ്തു, പിന്നെ അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടണം എന്ന് പറയുന്നതിൽ എന്തില്ല, ന്യായമില്ല. കാരണം എന്താണ്? അയാൾ അത് ആഗ്രഹിച്ച് ചെയ്തതല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അപ്പൊ ഈ ഒരു ചരിത്രത്തിന്റെ ഈ ഒരു അവസാനത്തെ ഭാഗം കർമ്മത്തെ പോലെ തന്നെ സുപ്രധാനമാണ്. എന്ത്? അതിന്റെ സ്വീകാര്യത എന്നുള്ളതും. നമ്മള് എപ്പോഴും കർമ്മം ചെയ്യുന്നതിന് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. നമ്മളത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു ഖൗല്, ലൗ അഅലമു അന്നല്ലാഹ തഖബ്ബല മിന്നി ഹസനതൻ വാഹിദതൻ ലത്തകൽതു അലൈഹ. അല്ലാഹു ഞാൻ ചെയ്ത കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കത് മതിയായിരുന്നേനെ. പക്ഷെ നമുക്കറിയില്ലല്ലോ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്. നമ്മൾ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ കുറെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യും, ആ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹ് പിന്നെ ഒന്നും കിട്ടാതെ ഇങ്ങനെ നിൽക്കല്ല, നമ്മൾക്ക് ഇങ്ങനെ സ്വീകരിക്കാനും വേണ്ടി. അങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ഒക്കെ ഒരു ധാരണ എന്ന് പറയുന്നത്. അപ്പോ ഖബൂലുൽ അമൽ സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരു ആയത്തില് വഖുലൂബുഹും വജില വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അതായത് ദീന് പഠിക്കുകയും അല്ലെങ്കിൽ നന്മകൾ ചെയ്യുകയും എന്നിട്ട് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും അതോടൊപ്പം അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പടക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോ ആ ഒരു ആയത്ത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിച്ചു, അല്ല റസൂലെ, ഇത് നന്മകൾ ചെയ്യുകയും അതിന്റെ കൂടെ മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ല സിദ്ദീഖിന്റെ മകളെ, അവരെ കുറിച്ചല്ല പറയുന്നത്. വലാകിന്നഹും യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവര് നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നവരാണ്. വയഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, പക്ഷെ അതേസമയം അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ലല്ലോ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഭയത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോ കർമ്മം ചെയ്യുന്നതിന്റെ അത്ര തന്നെ പ്രാധാന്യമുള്ള സംഗതി എന്താണ്? ഈ കർമ്മം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്. അതുകൊണ്ടാണ് സലഫ് സ്വാലിഹികളൊക്കെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ സാധാരണ സലഫ് സ്വാലിഹികളെ കുറിച്ച് പറയാറുള്ളത്, റമളാൻ വരുന്നതിന്റെ 6 മാസം അവര് റമളാൻ അല്ലാഹുമ്മ ബല്ലിഗ്ന റമളാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. റമളാൻ കഴിഞ്ഞ 6 മാസം അവര് പടച്ചവനെ ഞങ്ങളുടെ റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോ ഇങ്ങനെയായിരുന്നു അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില എന്നാണ് ആയത്ത്. അപ്പോ അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു, അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയത്തിൽ ഭയമുണ്ട്. അപ്പോ
കർമ്മങ്ങളുടെ സ്വീകാര്യത എന്നുള്ളത് എന്താണ്, വളരെ സുപ്രധാനമാണ്. നമ്മളിപ്പോ സാധാരണ എന്താണ് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മളത് വളരെ ശ്രദ്ധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു ATM കൗണ്ടറിൽ പോയിട്ട് ഒരു 100 റിയാൽ എടുത്താല് അതിൽ ആകെ ഒരു 1000 റുപ്യ അല്ലെങ്കിൽ 500 ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ ആ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം വാതിൽക്കലെത്തുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കും. ഇത് ശരിക്കും ക്ലോസ് ആയിട്ടുണ്ടോ, അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും അതായത് നമ്മളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണോ എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കും. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇത് ശരിയായിട്ടുണ്ടോ എന്നുള്ള ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ അടുത്തുനിന്ന് സാധാരണ ഉണ്ടാവാറില്ല. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ ഇത്രയും വലിയ ഗുരുതരമായ ഒരു വിഷയങ്ങളിൽ നമ്മൾ അതൊക്കെ തീർത്തും അവഗണിക്കുകയും ചെയ്യാം. അപ്പോ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ചരിത്രം, ഇതിന്റെ ചരിത്രം കഴിഞ്ഞിട്ടില്ല, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു ചരിത്രം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ആയത്തിൽ എന്ന് പറഞ്ഞാൽ കൊലപാതകത്തെ കുറിച്ചൊക്കെയുള്ള കഴിഞ്ഞിട്ട് പിന്നെ ബനു ഇസ്രായേലിലേക്ക് ചാടുന്നത് മിൻ അജ്ലി ദാലിക കതബന അലാ ബനി ഇസ്രായേൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ. അതായത് കാബീൽ കൊന്നു എന്നുള്ള ചരിത്രം വത്ലു അലൈഹി നബ അബ്നൈ ആദം, ഈ ചരിത്രം പറഞ്ഞതിന് ശേഷം ഇതിന്റെ പേരിലാണ് ബനു ഇസ്രായേലിനോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തി അന്യായമായി വധിക്കുന്നത് ദുന്യാവിലുള്ള എല്ലാ മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ശരിക്ക് വേദഗ്രന്ഥത്തിൽ കൊലപാതകത്തെ കുറിച്ച് ഏറ്റവും ശക്തമായ ഭാഷയിൽ ആദ്യമായി സംസാരിച്ചത് തൗറാത്തിലാണ്. അതിനു മുമ്പ് കൊലപാതകം നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് അതിന്റെ ഒരു ഭീകര എന്താ പറയാ, ഇപ്പോ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണ് എന്ത്, ഒരു വ്യക്തിയെ വധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് അത്രത്തോളം ഭീകരമായിട്ട് അവതരിപ്പിച്ചത് തൗറാത്തിലാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഇസ്രായേൽ സമൂഹത്തിന്റെ ഹോബി, വിനോദം എന്ന് പറയുന്നത് കൊലപാതകമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകന്മാരെ വരെ കൊല്ലുന്നുണ്ട്. പ്രവാചകന്മാരെ വരെ കൊല്ലുന്ന ഒരു ജനതയായിരുന്നു യഥാർത്ഥത്തിൽ അവര്. അവര് പ്രവാചകന്മാരെ വധിക്കുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസികളാണ് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പ്രവാചകന്മാരെ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് പ്രവാചകന്മാരെ വധിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ വധിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ട് ആളുകളെ വധിക്കുക, കൊന്നു കളയുക എന്നൊക്കെയുള്ളത് ആരുടെ രീതിയാണ്? ഇസ്രായേൽ ജനതയുടെ രീതിയാണ്. അപ്പോ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാബീലിന്റെയും കാബീലിന്റെയും ചരിത്രം വെച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയോട് തൗറാത്തിൽ എന്ത് മിൻ അജ്ലി ദാലിക അന്നഹു, അപ്പോ മൻ ഖതല നഫ്സൻ കതബ്ന അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെ കിട്ടിയിട്ടോ തൗറാത്തിൽ അങ്ങനെ പറഞ്ഞു. പിന്നെ തൗറാത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഇവിടെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ വധിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇവർ എന്ന് പറഞ്ഞാല് ഒരു മാറ്റവും ഇവരുടെ കാര്യത്തിൽ ഇല്ല എന്ന്. അപ്പൊ ഈ ആയത്തിന്റെ ശേഷവും എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിന്റെ മുമ്പും അതിന്റെ ശേഷവും ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഇതിനെ രണ്ട് ഭാഗത്തു നിന്നും എന്തിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ഇവരുടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ ചരിത്രത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇനി എന്താണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഹാബീൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് അടുത്ത ആയത്തുകളിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാവുന്നതാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് പഠിക്കുന്ന മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.